കണ്ടിട്ടില്ല. ആൻസൂട്ട് പുറകിൽ കുനിഞ്ഞത് നമ്മളാരും കണ്ടിട്ടില്ല കേട്ടോ. അച്ഛാനോ? അപ്പൊ മീൻകറി ഞാൻ തന്നെ വെക്കണം ചുരുക്കം. അവൻ കച്ചാൻ പോവാ. പേരെന്നായിരുന്നു? ഞാൻ പറഞ്ഞു ബാസ്ക്യൂ. അത് തന്നെ ബാസ്ക്യൂ. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞങ്ങളെ ഒരു മീൻകറി വെക്കാൻ തുടങ്ങുവാണ്. ഇപ്പം ഞാൻ ആൻസൂട്ടിനോട് പറഞ്ഞു, ആൻസൂട്ടെ നമ്മൾ വീഡിയോ എടുത്ത് കുറേ നാളായി, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല, വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് നോട്ടിഫിക്കേഷനൊക്കെ അങ്ങ് നിന്ന് പോയാൽ പിന്നെ പലരും പറയും. അതുപോലെ നമ്മളിവിടെയൊക്കെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട്. പൊക്കം വെച്ചതല്ല കേട്ടോ, അക്കാര്യത്തിന് പൊങ്ങി നിൽക്കുന്നതാ. അപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം എല്ലാവരും പറയുക, ഞങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ഒന്നും കാണണ്ട, ഞങ്ങൾക്ക് ലോങ് വീഡിയോ കണ്ടാൽ മതി. ലോങ് വീഡിയോ കാണാൻ, നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ കാണാൻ, നമ്മുടെ ജീവിതം കാണാൻ, നമ്മുടെ സംസാരം കേൾക്കാൻ, ഇതൊക്കെ എല്ലാവർക്കും താല്പര്യമാണ്. എങ്കിൽ പിന്നെ ഞാൻ ഓർത്തു അങ്ങ് അംഗം കാണാൻ താളി ഓടിക്കാമെന്ന് പറഞ്ഞതുപോലെ ഒരു വീഡിയോയുമായി നമുക്ക് മീൻകറിയും വയ്ക്കാം. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടേ, നമ്മൾ മീൻകറിയും വെച്ച് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കുക്കും ചെയ്തിട്ട് നമ്മൾ അന്നത്തേക്കുള്ള അരി വാങ്ങാനുള്ള കാശ് ഒപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, വെറുതെ ആണ്. കാരണം ഇത് ജസ്റ്റ് ഒരു ടൈം പാസ് പോലെയൊക്കെ അങ്ങ് തുടങ്ങിയൊരു ചാനലൊക്കെയാ. അതിപ്പോൾ ടൈം പാസ് പോലെയൊക്കെയാണ് പോകുന്നത്. അങ്ങ് ഏണിങ്സിലേക്കൊക്കെ നമ്മളങ്ങോട്ട് ഞാൻ ചിന്തിക്കാറ് പോലുമില്ല. അത് വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്നും അപ്പുറത്തൊന്നും പോയി നോക്കാറ് പോലില്ല, എപ്പുറത്ത് ഈ ഏണിങ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊന്നും. അതൊക്കെ വരുമ്പോൾ പോകും, അങ്ങനെയൊക്കെയാണ്. നമ്മളങ്ങനെ അതിന് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുക്കാറില്ല. പിന്നെ ഇതൊരു രസമാണ്, കാരണം നമ്മുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊരു പ്ലാറ്റ്ഫോം. പിന്നെ നേരത്തെക്കാളും ഇപ്പോൾ കുറച്ചുകൂടി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്, കാരണം നമ്മുടെ ലൈഫിൽ വന്ന ചേഞ്ചസ് കൊണ്ടൊക്കെ. ഇപ്പം ഞാനിവിടെ വെറുതെ നിന്ന് വാചകം അടിക്കുമല്ല കേട്ടോ, ഞാനിവിടെ ഇഞ്ചി ചുരുണ്ടുകയാണ് കൂട്ടുകാരെ, ഇഞ്ചി ചുരുണ്ടുകയാണ്. ആൻസുകൂട്ടിനാണെങ്കിൽ പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വണ്ടിയുടെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ആൻസുകൂട്ടിന് അത് കിട്ടിയ പിന്നെ കൈ വെക്കുന്നത് താഴെ വെച്ചിട്ടില്ല, വേറെ ആരും. വണ്ടി തൊണ്ടിയെന്നും പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് കണ്ട, മുടിയൊക്കെ ഒന്ന് സ്മൂത്തനിങ് ചെയ്തിട്ട് ആകെ ഒരു ലൈഫേ ഉള്ളു. അപ്പോൾ അത് നമുക്ക് പരമാവധി നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് അതിന് വേണ്ടിയിട്ടില്ല, മുടി മൊത്തം ഡാമേജ് ആയിപ്പോയി, അറ്റല്ല വിണ്ട് കയറി. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, എൻ്റെ ഹെയർ സ്റ്റൈൽ മാറ്റെന്ന് പറഞ്ഞാൽ എത്ര കമൻറ്റാണ് വന്നിട്ടുള്ളതെന്നറിയോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര മുടി ഉണ്ടായിരുന്നതാണ്, നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനുമൊക്കെ അപ്പുറത്ത് മുടി ഉണ്ടായിരുന്നതാണ്. ആ ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഇത് അപ്പോൾ അത് ആ മുടിയാണ് നശിച്ച് നാരായണക്കല്ലിട്ട് പോയത്. അപ്പോൾ വീണ്ടും അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഇനിയും മുടി പോയിക്കൊണ്ടേ ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനൊരു സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജട കുത്തത്തില്ല, പിന്നെ കെട്ടുപിണഞ്ഞ മുടി പൊട്ടി പോകത്തില്ല, അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ ഒന്നും മടക്കി വെച്ചൊന്നും കഴിഞ്ഞാൽ അവിടെ ഒടുവൊന്നും വീഴത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ലാവണ്ടർ ബ്യൂട്ടി പാർലർ തൊടുപുഴ, നമ്മുടെ സിമാസിനൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ടൊക്കെ വരും, അവിടെ പോയി വിളിച്ചു ചോദിച്ചു. രാവിലെ ഞാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, നമ്മുടെ വീഡിയോ ഒക്കെ പണ്ടുപോലെ കാണുന്നതാണ് കേട്ടോ, ലാവണ്ടറിൻ്റെ ഓണർ. അപ്പോൾ വെട്ടത്തിന് 6:30 വിളിച്ച്, എഴുന്നേറ്റിട്ട് പോലും ഇല്ലായിരുന്നു ആ പെങ്കൊച്ച്. അതിനെ ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ചോദിച്ചു, പറഞ്ഞു ഓഫർ പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. ഇപ്പം എന്താ ഓഫർ എന്ന് ചോദിച്ചാൽ പറഞ്ഞു 4000 രൂപയ്ക്ക് മുടി സ്ട്രൈറ്റനിങ് ചെയ്യുന്ന ഒരു ഓഫറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടനോട് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ചേട്ടന് ഇതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല കേട്ടോ. നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനൊന്നും, മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നത്, നമുക്ക് സന്തോഷം നൽകുന്നത്, മറ്റുള്ളവർക്ക് ദ്രോഹപരമല്ലാത്തത് എന്തും നമുക്ക് ചെയ്യാം എന്ന പോളിസിക്കാരിയാണ് ഞാൻ. അതിനാരെയും നോക്കേണ്ട കാര്യമില്ല, ആരുടെയും കണ്ണ് നനയിപ്പിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ. ഇപ്പം എന്നെ കറിയിച്ചു കൊണ്ടിരിക്കുന്ന ആരെന്നറിയോ, സവോള, വല്ലാത്ത ജാതി. അങ്ങനെ നമ്മൾ പോയി ചെയ്തു, അതുകൊണ്ടൊരു ഗുണമുണ്ടായി. മുടി കൊഴിച്ചിൽ നിന്നു, മുടിയുടെ അറ്റം പിളരുന്ന വെള്ളം വെട്ടി ഒതുക്കി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. കസ്റ്റമേഴ്സിനോടുള്ള മാന്യമായ പെരുമാറ്റം, നല്ല രീതിയിലുള്ള
ബിഹേവിയറൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ലാവണ്ടർ. ഫേസ്ബുക്കിൽ ഫ്രണ്ടാണ്, എല്ലാം ആണ്. പക്ഷേ ഞാൻ ഒരു പുരുകം ത്രെഡ് ചെയ്യാൻ പോലും സത്യം പറഞ്ഞ് അവിടെ പോയിട്ടില്ല. നമ്മൾ സ്റ്റാൻഡിൽ പോയി ഇറങ്ങും. നമ്മൾ പണ്ട് പോലെ ഉള്ളൊരു ചേച്ചി ഇപ്പം ആ ബ്യൂട്ടി പാർലർ അടച്ചിട്ടേക്കാണേ. അപ്പം അങ്ങനെ പോയത്. അപ്പം ഞാൻ ഈ മുടി സ്ട്രൈറ്റനിങ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചപ്പം അറിഞ്ഞത് ഈ അതിലൊന്ന് ലാവണ്ടർ ആയിരുന്നു. 1-2 കടകളിലൊക്കെ ഷോപ്പിൽ. അങ്ങനെ ലാവണ്ടറിൽ പോയത് കേട്ടോ. പക്ഷേ സൂപ്പറാണ്. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ കെട്ടി വെക്കുന്നുണ്ടെങ്കിൽ അഴിച്ചിട്ടാലും മുടിക്കൊരു ഒടിവ് പോലും വരാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എനിക്കൊരു കമൻറ്റ് ഷോർട്സ് വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു, ചെയ്യുന്നത് നല്ലതാണോന്ന്. ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം. എന്ത് കാര്യവും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ആ, നീ മാജിക് കാണിച്ചു, ധൈര്യമായിട്ട് കാണിച്ചോ, ഒരു കുഴപ്പമില്ല. മൊബൈലിലായതുകൊണ്ട് ആരും നിന്നെ കാണാൻ പാടില്ല. തിരിഞ്ഞു നോക്കണതിന് നേരെ നോക്കിയാ പോരെ. നിന്ന് അവിടെ നിന്ന് അതാണ് മാജിക്ക്. ധൈര്യമായിട്ട് നടന്നു നിന്നെ ഞാൻ കാണുകയില്ല. അപ്പൊ പിന്നെ ഈ പുറകെ പോണതാരാ? അത് നീയാണോ? ആരും എന്റെ പുറകിന്ന് കുനിയണതാ? കുനിയുന്നത് ആരും കണ്ടിട്ടില്ലേ? നമ്മളാരും കണ്ടിട്ടില്ല. ആരുടെ പുറകില് കുനിഞ്ഞത് നമ്മളാരും കണ്ടിട്ടില്ല കേട്ടോ. കച്ചാനോ? അപ്പൊ മീൻകറി ഞാൻ തന്നെ വെക്കണമെന്ന് ചുരുക്കം. അവൻ കച്ചാൻ പോവുക. അപ്പം ഞങ്ങൾ ഇന്ന് തൊടുപുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ. തൊടുപുഴ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എന്തൊക്കെ മീനാണ് വാങ്ങിയെന്ന് പറഞ്ഞാൽ 2 മീൻ വാങ്ങിയിട്ടുണ്ട്. എന്നാന്ന് പറയാം. പിന്നെ ക്രിസ്മസ് വീഡിയോ എല്ലാം ചേട്ടൻ്റെ ഫോണിനകത്ത് എടുത്തിരിക്കുന്നത് കൊണ്ട് ചേട്ടൻ്റെ ഫോൺ എൻ്റെ കൈ കിട്ടാതെ എഡിറ്റിങ് നടക്കത്തില്ല മക്കളെ, നടക്കത്തില്ല. ക്രിസ്മസ് ആണെങ്കിൽ അടിപൊളിയായിരുന്നു. നമ്മുടെ ക്രിസ്മസ് ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല, മാതിരി ഫംഗ്ഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെക്കേഷൻ ടൈമിൽ നമ്മൾ ചെറായിക്ക് പോയിട്ടുണ്ടായിരുന്നു. എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. അറ്റവും മൂല്യമൊന്നും ഇല്ലാതെയൊക്കെ എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നണം. എല്ലാത്തിനും ഇനി ഒരു ഇൻട്രോയും എൻഡിങ്ങും എല്ലാം കൊടുത്തു വേണം ഇനി ഇടാനായിട്ട്. ഇപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ അല്ലാണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഇടേണ്ട വരും. എല്ലാം വലിയ തൊല്ല. എൻ്റെ ഫോണിനാണെങ്കിൽ സ്പേസും ഇല്ലെന്നേ. നമ്മുടെ ഫോൺ വാങ്ങിയിട്ടത് 4 വർഷം എങ്ങാണ്ടായി. 2020 നവംബറിൽ എങ്ങാണ്ട് വാങ്ങിയ ഫോണായത്. അങ്ങനെ എടുത്തെടുത്ത് നമ്മുടെ ഫോണിനകത്ത് സ്പേസൊക്കെ തീർന്നു. ഇനി പിന്നെ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്ന് പൊട്ടിയിരിക്കും. അപ്പോൾ ഞാനോർത്ത് ഡിസ്പ്ലേ നന്നാക്കാതെ വേറെ ഫോൺ വാങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലിരിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫോണിന് ചെറിയൊരു പിങ്ക് കളർ. അപ്പോൾ എന്നോടെല്ലാവരും ചോദിച്ചു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഈ കളർ സെറ്റ് ചെയ്തേക്കുന്നതാണോ എന്ന് ചോദിച്ചു. വേണമെങ്കിൽ ആണോ എന്ന് പറഞ്ഞ് തള്ളാം. ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല, എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയതെന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാല്ലേ വെറുതെ ഇങ്ങനെ കള്ളമൊക്കെ പറയുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സവോള ഉള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പോയി ഞാൻ ചട്ടി തപ്പിയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചട്ടിക്കലമൊക്കെ വെച്ചിരിക്കുന്നത് ഇതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഞാൻ വാങ്ങിയത് 300 മീനാണ്. 1 കിലോ കഴിഞ്ഞ് 300 ഗ്രാമോടെ ഉണ്ട്. അത് കഷണമാക്കി കഴിഞ്ഞിട്ട് തൂക്കത്തിന് കുറവൊന്നുമില്ല. കാരണം തുണ്ടമീനാണ് വാങ്ങിയത്. അവിടെ നിന്ന് തന്നെ ഞാനെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ചട്ടി തപ്പി എടുക്കട്ടെ കേട്ടോ. ചട്ടി പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പോരട്ടെ. മീൻകറി വെക്കുവാണെങ്കിൽ നല്ല മൺചട്ടിയിൽ വെക്കണം, ഇല്ലെങ്കിൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല. ശരിയല്ലേ? നമ്മുടെ കഞ്ഞിക്കലമൊക്കെ ഇരിക്കുന്നതാണ്ടാ. അപ്പോൾ ഇതാ നമ്മുടെ മൺചട്ടിയാണിത്. മൺചട്ടി എന്നടാ ആനസ് വെളിയിൽ നിന്നിട്ട് നോക്കുന്നു. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് കഴുകട്ടെ കേട്ടോ. ഫോണിൻ്റെ കവറ് ഞാൻ മാറി. ഫോണിൻ്റെ കവറ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ സ്റ്റാൻഡിൽ ട്രൈപോഡിനകത്ത് ഇരിക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫോണിൻ്റെ കവറായിരുന്നു കേട്ടോ. ആ കവർ കീറിപ്പോയി. ഈ ട്രൈപോഡ് കുത്തി സൈഡ് വിട്ടുപോയത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? പുതിയ കവർ വന്നു ചുമ്മാ ബ്ലാക്ക് വാങ്ങിയിട്ട് ആ ഫോണിൻ്റെ കവറിൻ്റെ ബാക്കിൽ ഒരു പാവ ഉണ്ടായിരുന്നു. ആ പാവയെ ഞാനിങ്ങെടുത്ത് ഇപ്പുറത്തെ സൂപ്പർ ഗ്ലൂ വെച്ചങ്ങ് ഒട്ടിച്ചു പുതിയ കവറിലേക്ക്. അത് എനിക്ക് അങ്ങോട്ട് നശിപ്പിക്കാനങ്ങ് തോന്നുന്നില്ല. അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് കവറിൽ നിന്ന് എടുത്ത് കഴുകി വാരിയിട്ട് വരാം. അപ്പം ഞാൻ എന്ത് മീനാണ് വാങ്ങിയതെന്ന് കാണിക്കണ്ടേ? ഞാൻ വാങ്ങിയ മീൻ ഇതാണ് കേട്ടോ.
ഓലക്കൊടി മീൻ. ഓലക്കൊടി എന്ന് പറയുന്ന മീൻ എന്താണെന്ന് ആര് ചോദിക്കേണ്ട, ഓടിപ്പോയിട്ട് ഞാനൊരു പോസ്റ്റ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നേരത്തെ ഇട്ടതാണ്. കമ്മ്യൂണിറ്റിയിൽ പോയി നോക്കിയിട്ടുണ്ട്, അറിയാൻ പറ്റും. ആ മീനിൻ്റെ പിക്ചർ അടക്കം ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഓലമീൻ എന്നൊക്കെ പലരും പറയാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ മീനെ വാങ്ങിയ നല്ല തുണ്ടൻ കഷ്ണങ്ങൾ 1 300 എന്ന് പറഞ്ഞാൽ 1.5 കിലോയുടെ ഒക്കെ ഒരു തോന്നും. മുള്ളില്ല, ഒന്നുമില്ല, സംഭവം സൂപ്പറാണ്. അതുകൊണ്ട് ചേട്ടനെ മുള്ളില്ലാത്ത മീനായി ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വാങ്ങുന്നത്. പിന്നെ ഞാനൊരു മീൻ കൂടി വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് വറക്കാനുള്ളതാണ്. നമ്മുടെ മീനുകളിലെ രാജാവാണ് രാജാവ്. അപ്പം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ എടുക്കട്ടെ കേട്ടോ. വെളിച്ചെണ്ണ വേണം, കടുക് വേണം, എല്ലാം വേണം. എൻ്റെ ഓക്കെ. ഇതിനെ ഇളക്കാനായിട്ടൊരു തവി കൂടി വേണം. തവിയും കിട്ടി. ആൻസൂട്ടിന് എനിക്ക് 2 കറിവേപ്പിലയും കൊണ്ടു തന്നതാ. അപ്പോൾ ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. ഞാൻ ഉണ്ടാക്കുന്ന കറിയിൽ വെളിച്ചെണ്ണ കൂടുതലാണെന്ന് ചേട്ടനൊരു പരാതിയുണ്ട്. അപ്പോൾ പരാതി തീർത്ത് കൊടുക്കണം. കുറച്ച് പാടാണ് മീൻകറി വയ്ക്കാൻ. എൻ്റെ മീൻകറി പെട്ടെന്ന് തീരും, ചേട്ടൻ്റെ മീൻകറി പതുക്കെ തീരും. അപ്പം അതുകൊണ്ട് പതുക്കെയുള്ള മീൻകറിയെ ഞാൻ വയ്ക്കുന്നുള്ളൂ. പിന്നെ ചേട്ടൻ മീൻകറി വയ്ക്കാമെന്ന് പണ്ടൊരു വാക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യാട്ടോ. എല്ലാവരും അതൊക്കെ ചിലരെങ്കിലൊക്കെ ഓർത്തിരിക്കും എന്നുള്ള കാര്യം നല്ല ഉറപ്പാണ്. അപ്പോൾ ഒത്തിരി നാൾ കൂടി ഒരു ലോങ് വീഡിയോ ഇടുന്നതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. കാരണം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനൊക്കെ ഉണ്ട്. ലൈവ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ലൈവ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഹായ് വരാവോ, പേര് പറയാവോ, എൻ്റെ പേര് വായിക്കാവോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് അവോയ്ഡ് ചെയ്ത് കളയണത്. അതുകൊണ്ടാണ് നമ്മൾ ലൈവ് വരാതെ വീഡിയോ ഇടാമെന്ന് വെച്ച്. അതാകുമ്പോൾ പിന്നെ വീഡിയോയുടെ കമൻറ്റ് മാത്രമല്ലേ വരുള്ളൂ. കമൻറ്റിനുള്ള റിപ്ലൈ എപ്പോഴെങ്കിലൊക്കെ കൊടുത്താൽ പോരെ. സമയമില്ലാത്തതാണ്. ഇന്നിപ്പോൾ നമുക്ക് അവധിയാണ്, മന്നം ജയന്തിയുടെ അവധിയാണ് കേട്ടോ. അതുകൊണ്ടാണ്. എന്തുവാ വെളിച്ചെണ്ണയെ പൊട്ടിത്തെറിക്കുന്നത്? ഞാൻ കുറച്ച് കടുകും ഞാനൊരു സൂത്രം കാണിച്ചു തരാവേ. എന്ത് പാക്കറ്റ് നമ്മൾ വാങ്ങിയാലും അതിൽ കുറച്ച് ഗ്യാസായിരിക്കും. ഗ്യാസ് മീൻസ് എയർ ആയിരിക്കും. മതി പൊട്ടിത്തെറിച്ചത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസമേ കടുക് വാങ്ങി. ഇത് കണ്ടോ, ടൈറ്റായിട്ടിരിക്കുമോ, ഒരു എയറും ഇല്ല, ഒന്നുമില്ല, ടൈറ്റായിട്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ട് ആ കവറ് ഫുള്ളായിട്ടിരിക്കുന്നത് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കടുക് പൊട്ടിക്കാതെ വെച്ചേക്കുമോ. ചേട്ടനെ കാണിച്ചു കൊടുത്തില്ല, ചേട്ടനെ ഞങ്ങൾ കാണിച്ച് കൊടുത്തിട്ട് പൊട്ടിക്കാന്ന് ഓർത്തു. അപ്പം നമ്മൾ അവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടുക് തീർന്നില്ലായിരുന്നു. അതിപ്പോൾ ഞാൻ തീർത്തു. അപ്പോൾ ഇവിടെ കടുകിരിപ്പുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടുത്തെ കടുക് എടുക്കാം. പിന്നെ ഇത് ഞാൻ വാങ്ങി വെച്ചതാണ്. പക്ഷേ ഇതുപോലെ നല്ല ടൈറ്റായിട്ടിരിക്കുന്ന കടുക്, അല്ലെങ്കിൽ ഒരു പാക്കറ്റിൽ നമ്മൾ വാങ്ങുന്നൊരു സാധനം ഇതുപോലെ ടൈറ്റായിട്ടിരിക്കുന്നത്, ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ചില കല്ല് പോലെ ഇരിക്കുന്നത് കണ്ടോടാ. എന്ത് വാങ്ങിയാലും അതിനകത്ത് കുറച്ചൊക്കെ എയർ ആയിരിക്കില്ലേടാ, നമ്മൾ എന്ത് സാധനം പാക്കറ്റ് വാങ്ങിയാലും. പക്ഷെ ഇത് നോക്കിയൊക്കെ നല്ല ടൈറ്റായിട്ടിരിക്കണം. ഫുള്ളുണ്ട് അത് കടുക്. പൊട്ടിക്കരുത് കേട്ടാ. ഇനി അതേ ഇടിക്കല്ലേ, കടുക് പൊടി അല്ല ഇടേണ്ടത്, കടുക് പൊട്ടിക്കോ. പൊന്നോ, എണ്ണ ഇപ്പം ഞാൻ പൊട്ടിക്കണ കാണിച്ചു തരാം. ഞാൻ മീൻകറി വയ്ക്കുമ്പോഴേ കടുക് ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഉലുവ ഇടാറുണ്ട്. എനിക്കിത് രണ്ടും ഇട്ടില്ലെങ്കിൽ ഒരു തൃപ്തിയില്ല, എന്നാണ് അറിയത്തില്ല. അപ്പോൾ മീൻകറിയിൽ കടുക് ഇടുമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷെ ഞാനിടും കേട്ടോ. എനിക്ക് കടുകൊക്കെ ഇട്ടെങ്കിൽ ഒരു സമാധാനമുള്ളൂ, എന്നാന്ന് അറിയത്തില്ല. കടുകിടാൻ കൊള്ളില്ല എന്നുള്ള കമൻ്റ് ഒന്നും പറയരുതേ. ഇത് എൻ്റെ മാത്രം മീൻകറിയാണ്. ഫ്ലെയിമേ കുറച്ച് വെച്ചില്ലായിരുന്നു, അപ്പം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചു. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാൻ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആൻസ് ഒരു നേരം അടങ്ങിയിരിക്കത്തില്ലേ. ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ആൻസിന് ഞാൻ വീട്ടിൽ ഇരുന്നില്ല എന്നൊക്കെ എപ്പോഴും പറയുമെങ്കിലും വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ എൻ്റെ അടുത്തൊന്നും ഇരിക്കത്തില്ല. കറിവേപ്പില പിന്നെ കൊടുക്കാം, അല്ലെങ്കിൽ കറിവേപ്പില വറുത്തിരിക്കും, വറുത്തോണം ഇരിക്കും. ആൻസ, നീ എന്ത് സാധനമാടാ, നീ ഒന്നും വന്ന് നിന്നില്ലല്ലോടാ. നീ ഇങ്ങോട്ട് വാട്ടോടാ. പറയാം. സവോള ചെറിയ ഉള്ളിയാണ് നല്ലത്. എനിക്ക് അരിയാൻ എളുപ്പത്തിന് ഞാൻ സവോള തന്നെ എടുത്ത്. എന്നിട്ടാണ് എന്നെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടായാൽ പോരേന്ന് ഞാൻ ഓർത്തു. ചോറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. പുട്ടും പഴവും ഇരിക്കുന്നു. രാവിലെ കഴിച്ചില്ല. ഞാൻ വന്നിട്ട് പിന്നെ ഇച്ചിരി ചോറൊന്നുമാ ചെയ്തത്. ചെയ്യാനാന്ന് പറ. ഇപ്പം മീൻകറി വെക്കുന്നത് കണ്ടില്ലാന്ന് വേണ്ട. ഇതാ ചട്ടി നിരന്നിരിക്കുന്നത് പാത്രങ്ങളൊന്നും അല്ലാത്ത. ഇതിനകത്തിന് വറക്കാനുള്ള മീൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സവോള ഇട്ട പാത്രമാണ്. ഇത് കുറച്ച് ബീഫ് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇത്രയുള്ളൂ. പിന്നെ ഈ പാത്രം നമുക്ക് അവിടെ അത്യാവശ്യമായിട്ട് വേണ്ട പ്ലേറ്റുകളൊക്കെയാണ്. അപ്പോഴേ
ചേട്ടനാണെങ്കിൽ ഒരിടം വരെ പോയതായിരുന്നേ. ചേട്ടൻ്റെ കോള് കയറി വന്നു. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ തിരിക്കുവാണ്, വീട്ടിലേക്ക് പോരുവാണെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളെ തൊടുപുഴയൊക്കെ കൊണ്ടുപോയി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് വിട്ടു. അതിന് ശേഷം ചേട്ടൻ ഒരിടം വരെ പോകണമായിരുന്നു. അങ്ങനെ പോയതാണ് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ പോയിട്ടിപ്പം വരുവാന്ന് പറഞ്ഞു. ചേട്ടൻ ഉള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടം. അതെനിക്ക് നല്ല രീതിയിൽ അറിയാം. കാരണം എനിക്ക് കമൻറ്റ് വരാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ബിന്ദു സ്ട്രീംസ് ചാനൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന സാരം. എനിക്ക് അതിലൊത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വീഡിയോ എന്താണ്, യൂട്യൂബ് എന്താണ്, എങ്ങനെ സംസാരിക്കണം, ഒരു വീഡിയോയിൽ ഒരാളെ കാണാതെ എങ്ങനെ സംസാരിക്കണം, ഇങ്ങനെയൊന്നും അറിയാത്തൊരു മനുഷ്യനാണ് എൻ്റെ ചേട്ടൻ. കാരണം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ അധികം യൂസ് ചെയ്യാത്ത, കൂടുതലും യൂട്യൂബിനകത്ത് ന്യൂസ് മാത്രം കാണുന്ന, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും ന്യൂസ് എടുത്ത് നോക്കുന്ന ഒരു വ്യക്തിയാണ്. ഫേസ്ബുക്കിലെ പല കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നത് എങ്ങനെ, എടുക്കുന്നത് എങ്ങനെ, അങ്ങനെ മൊബൈലൊന്നും നോക്കാനായിട്ട് പുള്ളിക്ക് സമയമൊന്നുമില്ല. കൂടുതലായിട്ടും എപ്പോഴും ജോലി ചെയ്തുകൊണ്ട് നടക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ. എപ്പോഴും ജോലി ചെയ്യണം, വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. കുറച്ച് ഒരു 5 മിനിറ്റ് കിടന്ന് അപ്പം എണീറ്റിട്ട് എന്തെങ്കിലും ഒരു പണി കണ്ടുപിടിച്ചിട്ട് ആ പുറകെ പോകും. ഒന്നും കണ്ടില്ലെങ്കിൽ നമ്മളിടുന്ന വേസ്റ്റും അതും ഇതെല്ലാം കൂട്ടി പേപ്പർ എവിടെയെങ്കിലും എല്ലാം കൂട്ടിയിട്ട് കത്തിക്കാനെങ്കിലും പോകും. വെറുതെ ഇങ്ങനെ ഇരിക്കത്തില്ല. എപ്പോഴും ഇങ്ങനെ പടപടപ്പ്. അപ്പോൾ ഇങ്ങനെ ചാനലിൽ വരുമ്പം, വീഡിയോയിൽ വരുമ്പോൾ ഒക്കെ എങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആ സംസാര രീതിയോ അല്ലെങ്കിൽ വലിയ ഫോർമാലിറ്റിയിലോ അങ്ങനെയൊന്നുമില്ല. സാധാരണ വീട്ടിൽ എന്നോട് പറയുന്ന കാര്യങ്ങളോ ഉള്ളോണം തുറന്നും പുള്ളിയുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അതേപോലെ അങ്ങ് തുറന്നു പറയും. അതിൽ ശരിയോ തെറ്റുകളോ ഒന്നും നോക്കാറൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പം ഇല്ല, അങ്ങനെയൊക്കെ പറയുമ്പോഴേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ എല്ലാവരും എന്നെ പോലെ തന്നെ നമ്മുടെ ബിന്ദു സ്ട്രീംസ് ചാനൽ സ്വീകരിച്ചതുപോലെ തന്നെ ചേട്ടൻ്റെ സംസാരം, ചേട്ടൻ്റെ രീതികളും ചേട്ടനെ സ്വീകരിക്കുമോ എന്നൊക്കെയുള്ളൊരു ഉണ്ടായിരുന്നു. പക്ഷേ എന്നേക്കാൾ അല്ലെങ്കിൽ നമ്മുടെ ബിന്ദു സ്ട്രീംസ് ചാനലിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേട്ടനെയാണെന്ന് അറിയുമ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഒക്കെ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. പച്ചയായ ഒരു മനുഷ്യനാണ്. ഉള്ളതുപോലെ തുറന്നങ്ങ് പറയും, വെട്ടി തുറന്ന് പറയും. അത്രയേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ എന്തേലും പറഞ്ഞ് നമുക്ക് ആദ്യമൊക്കെ ഞാൻ ദൈവമേ ഇതെന്തുവാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ എന്നൊക്കെ ഞാൻ ഓർക്കും. പക്ഷെ അതാണ് ശരി എന്നാണ് എനിക്ക് തോന്നി. പിന്നീട് തോന്നിയത് അതാണ് ശരി. ഉള്ളോളം പറഞ്ഞാണ് മനസ്സിൽ ചെന്നിട്ട് കാര്യം അതാണ്. അപ്പോൾ ഇതിൽ ആ മനുഷ്യൻ്റെ ഉള്ള നന്മയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിലും സ്വീകരിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം. ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം ചേട്ടൻ വീഡിയോ എടുത്ത് നോക്കുകയൊന്നുമില്ല. ഇപ്പൊ വീഡിയോയുടെ കാര്യം ചിന്തിക്കാറുമില്ല. കുറെ കാലത്ത് ഇടാത്തതുകൊണ്ട് കമന്റൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായി, ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താ കമന്റ് വന്നതെന്നൊക്കെ. അപ്പൊ അതൊക്കെ പോയി. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മക്കളെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ കുറച്ചു മുമ്പാണെങ്കിൽ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് ചേട്ടൻ പോയത്. അപ്പൊ എന്നെ വിളിച്ച് ചോദിച്ചു കുറച്ച് പാല് ചൂടാക്കി തിളച്ചിട്ട് നമുക്ക് ഓറ ഒഴിക്കാറുണ്ട് മോരിന് വേണ്ടിയിട്ട്, തൈരുണ്ടാക്കാനേ. അപ്പം പാല് കാച്ചിയോ ഇല്ല, മീൻകറി വെച്ചോ ഇല്ല. എനിക്കറിയാം നീ അതൊന്നും ഉണ്ടാക്കൂല എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ വിളിച്ചപ്പോൾ ഞാൻ മീൻകറി വെക്കാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ജോലി എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അത് വേറൊരു കാര്യം. അപ്പോഴേ ഞാനിങ്ങനെ വാചകം അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ സവോള ശരിക്കും വാടി കുഴഞ്ഞു വരണം, എന്നിട്ട് വേണം പൊടി ഇട്ടിട്ട് ഈ മീൻകറി സെറ്റ് ആക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് വാടി കുഴഞ്ഞിട്ട് ഞാൻ വരാം. അപ്പോഴേ ഞാൻ എല്ലാ പൊടികളും ഇടാൻ പോവാ. ഫിഷ് മസാല ഇവിടെ ആർക്കും എരിവ് പറ്റത്തില്ല. കശ്മീരി ചില്ലിയാണ് കേട്ടോ. എരിവ് തീരെ ഇല്ലാത്ത മുളക് പൊടി നോക്കി വാങ്ങിയത്. പിന്നെ ഒരു പേരിന് മാത്രം ഇച്ചിരി മുളക് പൊടി. ഞാൻ 5-6 സ്പൂൺ മുളക് പൊടി ഇട്ടുകൊണ്ടിരുന്നു ഞാൻ. വയ്യ. പിന്നെ മല്ലിപ്പൊടി. ഇനി വന്നില്ലട പൊടിയൊന്നുകൂടെ. പിന്നെ മഞ്ഞൾപ്പൊടി. നിങ്ങൾ വന്നേടാ, നിന്നെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്, ഓടി വാ. ഇത്ര ആയിട്ടൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് വരാം. മീനിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചു. അത് കൂടാതെ നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ നെയ്മത്തി. നെയ്യ് നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ നെയ്മത്തി വാങ്ങിയിട്ട് ഇതൊന്ന് അരഞ്ഞ് ഇതിനകത്ത് മസാലയും തിരുമ്മി
എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചൊക്കെ അത്ര പുത്തം മത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ വറക്കാനാണല്ലോ എന്ന് നോക്കുമ്പോൾ ഒരാശ്വാസം. ആൻസൂട്ടനാണെങ്കിൽ അവിടെ നിന്ന് വേസ്റ്റൊക്കെ കത്തിക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും പണി നോക്കി അവനങ്ങ് പോകും. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ പൂന്തോട്ടത്തിൽ നിന്നിട്ട് അവിടെ കാട് പറിക്കുന്നു, ചെത്തുന്നു, കിളയ്ക്കുന്നു, പുല്ല് പറിക്കുന്നു, അങ്ങനെ എല്ലാ പണികളും ആയിരുന്നു. സ്വന്തമായിട്ട്, അതായത് റെന്റ് കൊടുക്കാതെ ഒരു വീട് കിട്ടിയതിൻ്റെ സന്തോഷം ആ കുട്ടിക്കുണ്ട്. അവർക്കപ്പുറത്ത് കിട്ടിയ ഒരു ഹാപ്പിനെസ്സാണത്. എന്ത് വേണേലും കൊണ്ട് നടാം, പിന്നെ വീട്ടിലുള്ള പറമ്പിലുള്ള എന്തെങ്കിലുമൊക്കെ തിന്നാം. വാഴക്കളിയൊക്കെ പഴുത്ത് കഴിയുമ്പം കടയിൽ നിന്ന് വാങ്ങാതെ പഴമൊക്കെ സ്വന്തമായിട്ട് തിന്നാം. അങ്ങനെയുള്ള ആ വക സന്തോഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവന് ആകെ ഒരു സങ്കടമുണ്ട്. എന്താണെന്നറിയോ, കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകാൻ പറ്റൂല എന്നുള്ളൊരു വിഷമം. അത് വീടിൻ്റെ വെളിയിൽ ഇറങ്ങരുത്, വലിയ കൂട്ടുകെട്ടിനോ വലിയ ഫ്രണ്ട്ഷിപ്പിനോ ഒന്നും പോകണ്ടെന്ന് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മാത്രം ആനസക്കുട്ടന് അത് മാത്രം അനുവാദമില്ല. കാരണം ഇവന്മാരെ എവിടെയെങ്കിലും നിൽക്കത്തില്ല, അങ്ങ് പോകും. നമ്മുടെ മുമ്പിൽ നിന്ന് കളിക്കണമെങ്കിൽ പണ്ടത്തെ കാലമൊന്നും അല്ല, അതുകൊണ്ടാണ്. നമ്മുടെ അടുത്ത് നിന്ന് കളിക്കുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വലിയ ഫ്രണ്ട്ഷിപ്പിലൊക്കെ പോകുന്നതും അത്ര ഇതായിട്ട് എനിക്ക് പണ്ടത്തെ പോലെ അല്ല. ആവശ്യത്തിന് മാത്രം എല്ലാം വേണം, കളിയാണെങ്കിലും എല്ലാം. മറ്റല്ലെങ്കിൽ അങ്ങ് ഇറങ്ങിപ്പോയാൽ പിന്നെ ഇവനെ എവിടെയാണെന്ന് കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇവരങ്ങ് പോകും കൂട്ടും കൂടി. ഇപ്പോഴത്തെ ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാകത്തില്ല. അതുകൊണ്ട് വലിയ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും ഒരു ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട് അവന്. എല്ലാം വേണം, പക്ഷെ അത്യാവശ്യത്തിന് മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ കണ്ട് പൂച്ചക്കുഞ്ഞ് കരയുന്നുണ്ട്. പൂച്ചക്കുഞ്ഞിനെ കാണുമ്പോൾ പട്ടിക്ക് ഇഷ്ടപ്പെടില്ല. ഇവരാണെങ്കിൽ ബന്ധശത്രുക്കളാണ്. ബാസ്കി ഓടിക്കും പൂച്ചക്കുഞ്ഞിനെ കാണുമ്പോൾ. നമുക്ക് ബാസ്കുവിന് വേണ്ടിയിട്ട് ഇതുവരെ കൂട് സെറ്റായിട്ടില്ലേ. അപ്പൊ ഇവിടെ മീൻ എല്ലാം വരഞ്ഞു വെച്ചു. ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചാണ് എടുത്തുള്ളൂ വെള്ളം. അല്ലെങ്കിൽ ഞാൻ വയ്ക്കുന്ന മീൻകറിക്ക് വെള്ളം കൂടും, എണ്ണ പോകുമെന്നൊക്കെ എല്ലാവർക്കും ഒരു പരാതി ഉണ്ട്. അത് തീർത്ത് കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഓലക്കൊടിനെയും കറി വെക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് മുള്ളില്ലാത്ത മീനായതുകൊണ്ടേ ആൻസിനാണെങ്കിലും തിന്നാൻ എളുപ്പമുണ്ട്. ചട്ടി വട്ടത്തില്ല കത്താറ്. 1 കിലോയോ ഉള്ളല്ലോ എന്നോർത്ത് എടുത്താൽ, പക്ഷേ 1 കിലോ എന്ന് പറയുമ്പോൾ തലമേലൊന്നും പോകാനില്ലാത്തത് കൊണ്ട് തിളച്ച് ചാടത്തില്ല. കാരണം ഞാൻ അതനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു കുഞ്ഞി കഷ്ണം തലന്നാ കൊണ്ടോ. ഇത്രയും കരയുമ്പോൾ അതിനുള്ള പണിക്കൂലി കൊടുക്കണ്ടേ. നമ്മളെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത്. അതും സെറ്റ്. പിന്നെ ഇത് തന്നെ കണ്ടോളൂ. ഞാൻ ചെയ്യണം, ഇതിനകത്ത് കുറച്ച് പൊടിയൊക്കെ തിരുമ്മി അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് സെറ്റാകും പൊടിയൊക്കെ. അതിന് ശേഷം ഉപ്പ് വറക്കാം. അപ്പം ഞാൻ വറക്കുന്ന മീനിലും അത്യാവശ്യം ഫിഷ് മസാല ചേർക്കും കേട്ടോ. എനിക്ക് എന്തോ അതിഷ്ടമാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഞാൻ ഇടാറൊന്നുമില്ല കേട്ടോ. എന്തായി പറഞ്ഞാണ് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി,
മതി, ഇനി ഇല്ല ഒന്ന്. പിന്നെ ഉപ്പ്. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കും. എന്നിട്ട് വേണമെങ്കിൽ ഈ മസാല തന്നെ കുഴച്ച് വെളിച്ചെണ്ണയിലൊക്കെ കുഴച്ചിട്ട് പിന്നെ അതിലേക്ക് മീനിട്ടിട്ട് മസാല തിരിഞ്ഞ് വെക്കാം കേട്ടോ. അങ്ങനെയും വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാറുള്ളത്. ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ട് രോഹമൊന്നും മീൻ തിരിച്ചിങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. ഫ്രൈ ആയിട്ടൊക്കെ വരാറുണ്ട്. പിന്നെ മത്തി ആർക്കും ഇഷ്ടമല്ല, ചേട്ടനും വലിയ കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടോ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. നല്ല നെയ്മത്തിയാണ്, അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. അറിയാണെങ്കിൽ വാങ്ങത്തില്ലായിരുന്നു. പിന്നെ കിലോ 200 രൂപ. ചെറിയ മത്തി ഉണ്ടായിരുന്നു 80 രൂപ കേട്ടോ. അത് ചെറുത്, ഇത് വലുത്. നല്ല നെയ്യുള്ള സമയം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെറായി വെച്ച് പോയപ്പോഴേ അവിടെ ഇങ്ങനെ വള്ളക്കാർ മീൻ പിടിച്ചുകൊണ്ട് വന്ന് വിൽക്കുന്നുണ്ടായിരുന്നേ. വലയിൽ നിന്ന് ഇങ്ങനെ മത്തി, അതുപോലെ ഒരു മത്തി ജീവനോടെ അവരുടെ ബക്കറ്റിനകത്ത് ഓടിക്കളിക്കുന്നു. ജീവനോടെ മത്തിയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ടത്. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട, അടിപൊളി. അപ്പോൾ അതാ നമ്മുടെ അരപ്പൊക്കെ പരട്ടി മീൻ റെഡിയാക്കുന്നത് ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് നേരിട്ടാണ് വയ്ക്കുവാണ്. മുളകുപൊടി മല്ലിപ്പൊടിയൊക്കെ പറ്റിയുണ്ട്. ആ മീനോടും പറഞ്ഞു പോയി കിട്ടി. ഇത് കണ്ടോ, ഒരു സുന്ദരി എൻ്റെ പുറകെ കിടക്കുക. മീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടോട്ടോ, ഇതോ എൻ്റെ പുറകെ ഓടി വന്നു. ഞാൻ ഇപ്പോൾ ഓടി വരുക. ബാബു കമോൺട്രി ബേബി കമോൺ. മീൻ പൊക്കോ. ആ മീൻ. ഇപ്പം നമ്മുടെ മീൻകറി ഇതാ നന്നായിട്ട് തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. കൊടമ്പുളി ഇട്ട മീൻകറി. അപ്പം ഞാൻ ആ പാലങ്ങ് ചൂടാക്കാനായിട്ട് വെച്ചേ. അങ്ങനെ സന്ധ്യാസമയമായി. ആൻസൂട്ടനാണെങ്കിൽ ഇവിടെ ഭയങ്കര ജോലിയിൽ ചോറ് നനച്ചു കൊടുക്കുക. ആൻസൂട്ടൻ ഗാർഡനിങ് ആണ് കേട്ടോ, നനച്ചു കൊടുക്കുകയാണ്. വേനൽക്കാലമൊക്കെ ആയില്ലേ, മഴയൊക്കെ പോയി. എന്നതാ ആ മേത്തേക്ക് വെള്ളം ചാടിക്കല്ലേ. ഭയങ്കര നനയാണ് കേട്ടോ. നനച്ച് ഇതേ അറ്റത്തേക്കൊക്കെ ചെടി പോവാടാ. ഓസ് വലിച്ചെടുക്കാലോ. നീ അങ്ങോട്ട് ഇറങ്ങി നിന്ന് നനയ്ക്കുന്ന റോഡിലേക്ക് നനയ്ക്കല്ലേ. കപ്പളത്തിൻ്റെ ചോടൊക്കെ നനച്ചു കൊടുക്കുക. എല്ലാ ചെടിയും ശരിക്കും നനച്ചു കൊടുക്കുക. നല്ല ഭംഗിയുള്ളൊരു പൂ കാണിച്ചെടുത്തേ. തീർച്ചയോ അങ്ങനെയാണ് പേര് ഇതിൻ്റെ. നല്ല ഭംഗിയുള്ളൊരു പൂ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ്. ലാവണ്ടർ കളർ കേട്ടാ. പർപ്പിളല്ലേ? ലാവണ്ടർ അല്ലേ? പർപ്പിൾ ഡാർക്ക് അല്ലേ ഡാൻസേ? അവിടെ ഒരു ബാസ്കറ്റ് ഉണ്ടായിരുന്നു. എവിടെടാ കിടക്കുവാന്ന് തോന്നുന്നു അല്ലേ? ബാസ്കറ്റിനെ കാണിച്ചുതരാം. ബൊമ്മാസ് ഇത്ര നേരം ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. അത് കയറി ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ ഇല്ല ബാസ്കറ്റ്. ഇവിടെ കയറിക്കേ. ഇവിടെ വാടാ ബാസ്കയോ. എൻ്റെ പൊന്നോ, കടിച്ചടച്ചങ്ങ് തിന്നാൻ തോന്നണം. തക്കാളി കുട്ടനാണോ? ആ ശി ഉമ്മ.
ഞാൻ പോയപ്പോൾ എടുത്ത പുറത്ത് കയറണം കേട്ടോ. ഭയങ്കര കുഞ്ഞ് ഭയങ്കര. എല്ലാവരും ബാസ്കിമോനെ കണ്ടോ? ഇനി ബാസ്കിമോനെ കണ്ടില്ല എന്ന് ആരും പരാതി പറഞ്ഞേക്കരുത്. ഇതാണ് നമ്മുടെ ബാസ്കിമോൻ. ഇന്ന് ബാസ്ക്യുവിൻ്റെ കാര്യം കാഴ്ച ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചി ചോദിച്ചു, വിൽക്കാൻ നിൽക്കണ ചേച്ചി. ഞങ്ങൾ തൊടുപുഴ പോയി കാഴ്ച പോയപ്പോൾ അവിടെ വിൽക്കാൻ നിൽക്കണ ചേച്ചി വീട്ടിൽ ഒരു പട്ടിയില്ല, അതിൻ്റെ പേരെന്നായിരുന്നു? ഞാൻ പറഞ്ഞു ബാസ്ക്യു. അത് തന്നെ ബാസ്ക്യു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ചാടിക്കളിക്കണ കൊച്ചുരാമൻ. അപ്പം മാസം എവിടെയാന്ന് നോക്കാം. നിൽക്കുന്ന 2 പേര്. ഇതാരൊക്കെയാണ് നിൽക്കുന്നേ? ഇതാരാ ഇത്? ക്രിസ്മസ് അപ്പൂപ്പനോ? പോ ഇറങ്ങിപ്പോക്കെ, ഊറിയിടാതെ. ഓക്കെ ഓടാ പൊടി. ഇതുകൊണ്ട് ഇതിലെല്ലാം ഇട്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആൻസൂട്ടിൻ്റെ ചെടി നനയ്ക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക്, നമ്മുടെ റോസ് ചെടിയുടെ സെക്ഷനിലേക്ക് ആൻസൂട്ടൻ കടന്നിട്ടുണ്ട്. അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ആയിട്ട് വരാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വിളിക്കുന്നത്. ബൈ.